സത്യം പറയട്ടെ, എനിക്കറിയത്തില്ല ഇത് എത്രാമത്തെ ടേക്കിലാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന്. എപ്പോ എടുത്താലും ഒരു 5, 6 പ്രാവശ്യം അങ്ങോട്ടും ഒന്ന് ഓടിക്കും, ഇങ്ങോട്ടും ഒന്ന് ഓടിക്കും. എന്ത് പറയണമെന്നല്ല, എങ്ങനെ തുടങ്ങണമെന്നാണ് അറിയില്ലാത്തത്. പക്ഷെ തുടങ്ങിയല്ലേ പറ്റുള്ളൂ, അല്ലേ? ദേ രാവിലെ എണീച്ച് സിജെനെ ഒന്ന് പുറത്തിറക്കി. ഞാനും ഒന്ന് പ്രകൃതിയെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത്. ഇന്നും വളരെ ക്ലൗഡിയാണ്. ഇന്നലെയും ക്ലൗഡി ആയിരുന്നു. ഇന്നും ക്ലൗഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ക്ലൗഡി ആയിട്ട് തന്നെ ഇരിക്കുവാണ്. പക്ഷെ അതിനെ എംബ്രേസ് ചെയ്തുകൊണ്ട് ആഹ് ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ എണീച്ച് ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് ഒന്നെങ്കി ഗായത്രി മന്ത്ര അല്ലെങ്കിൽ എന്തേലും പോഡ്കാസ്റ്റുകള് ഇതൊക്കെ കേട്ടോണ്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പോഡ്കാസ്റ്റ് കേൾക്കാൻ? ഓരോ എന്താ പറയാ എൻലൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വിസ്ഡം ഉള്ള ആൾക്കാര് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോ എന്തൊക്കെ അറിവുകളാണ് ഓരോ മനുഷ്യരുടെ ഉള്ളിലുള്ളത്. അതൊക്കെ സീക്ക് ചെയ്യുന്തോറും നമ്മുടെ എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അല്ലേ? അങ്ങനെ ക്ലൗഡി ഡേയ്സിന്റെ ആഹ് എന്താ പറയാ പുറംമോടിയായിട്ട് ഞാനും ഐ ടേക്ക് ഇറ്റ് ഈസി. ഐ എംബ്രേസ് ദ കാംനെസ്. ഐ എംബ്രേസ് ദ ലോ ഫീലിംഗ് ഓഫ് ലൈഫ്. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ബിക്കോസ് വി ആർ ഹിയർ റൈറ്റ് നൗ, റൈറ്റ്? പുറത്തിറങ്ങി. ഇപ്പോഴും ക്ലൗഡിയാണ്. സമയം ഒരു 3:30, 4 മണി ആയി കാണും. ദേ വൈകുന്നേരത്തെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. സെന്റ് റെമി നൈറ്റ് ആണ്. നൈറ്റിനെ വളരെ വൈബ്രന്റ് ആക്കാനായിട്ട് നമ്മുടെ ഈത്താപ്പി വന്നിട്ടുണ്ട് കേട്ടോ. ഈത്താപ്പി ലൈറ്റ് ഒക്കെ ക്യൂരിയോസിറ്റി അല്ലേ? ഇവരെ കാണുമ്പോഴാണ് നമുക്ക് ഓരോന്ന് ചിന്തിക്കാനും ഞാനും ഒത്തിരി ചിന്തിക്കാറുണ്ട് ഈ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ. ഹൗ ഡു ദേ ട്രൈ ടു കണക്ട് വിത്ത് ദ നേച്ചർ, കണക്ട് വിത്ത് ദ യുനോ വേൾഡ്. ഫ്യൂൽ പമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫ്യൂൽ പമ്പ് ഓൺ ആവുന്ന സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി ഫുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോ കരിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്തില്ല. കുറേ മാസങ്ങളുടെ അന്വേഷണത്തിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ശകടം കയ്യിൽ കിട്ടിയത്. ഇപ്പൊ പോകുന്നതല്ല, ഇപ്പൊ കൊച്ചർക്കന്റെ ആക്സിഡന്റിലാണ് നമ്മൾ സ്റ്റാക്സിലോട്ട് പോകുന്നത്. സ്റ്റാക്ക്ഡ് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് ആണേ. അടിപൊളി ഫുഡ് കിട്ടും. പക്ഷെ അന്ന് കഴിച്ച ഫുഡ് ഞാൻ അത്ര റേറ്റ് കൊടുക്കൂല. അത് നന്നായിട്ട് ഞാനും കൊച്ചർക്കനും വീട്ടിലുണ്ടാക്കും. പക്ഷെ ഫസ്റ്റ് ദിവസം പോയത് നൈസായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇപ്പൊ ഭയങ്കര ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കാരും. ഐ തിങ്ക് ദേ ആർ overwhelmed with all the busy time because food was not that great. Well, Honda Accord 2000. ദേ ആ വാനിൽ വന്ന 2 ബ്യൂട്ടിഫുൾ സോൾസ്, ഒരു അമ്മച്ചിയാണ്, ഒരു ഹാപ്പി സോൾ. അവരെ പൂവൊക്കെ വെച്ചേക്കണുണ്ടോ വണ്ടിക്കകത്ത്. സോ ഫണ്ണി റൈറ്റ്? അപ്പൊ ഞാൻ പറയാൻ വന്നത് 2000 ഹോണ്ട അക്കോർഡ്. അതാണ് എൻ്റെ പുതിയ ചകടം. എൻ്റെ വീട്ടിൽ നിന്നും ജോലിയിലേക്ക്, ജോലിയിൽ നിന്ന് വീട്ടിലേക്ക്, പിന്നെ വല്ലപ്പോഴും മാളൂസിനെ കാണാൻ വിൻസറിലോട്ട്, ഈ തപ്പുവിനെ കാണാൻ വിൻസറിലോട്ട്, അങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞപ്പോൾ യൂണിവേഴ്സ് കൊണ്ട് തന്ന ഒരു അടിപൊളി കാറാണ്. ഇനി അതിൻ്റെ സേഫ്റ്റിയും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ സ്റ്റാക്ക്ഡ് എന്ന അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഫുഡ് വാസ് ഓക്കെ എന്ന് പറയാലോ. എനിക്ക് ഫസ്റ്റ് കഴിച്ചതിനേക്കാളും
വളരെ ക്വാളിറ്റി കുറഞ്ഞതുപോലെ തോന്നി. പക്ഷെ ഇറ്റ്സ് ഓക്കേ വെൻ യു ആർ സറൗണ്ടഡ് വിത്ത് അമേസിംഗ് പീപ്പിൾ, ഇറ്റ് ഈസ് ദ ടൈം ദാറ്റ് വാല്യൂസ് മോസ്റ്റ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.